ഹായ് നമസ്കാരം ഫാസിലാണ്. ഞാൻ എപ്പോഴും വീഡിയോ ചെയ്യുമ്പോൾ വീഡിയോയിൽ മൈക്രോ ന്യൂട്രിയൻസിനെ പറ്റി പറയുമ്പോഴൊക്കെ ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുള്ള രൂപം. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് സുഹൃത്തുക്കൾ എന്നോട് ചോദിക്കുന്നതാണ്, ഞങ്ങൾ ഇതേപോലെ വളക്കടയിൽ ചെന്ന് മൈക്രോ ന്യൂട്രിയൻസ് പറയുമ്പോൾ അവർ മണ്ണിലിട്ട് കൊടുക്കുന്ന രൂപത്തിലുള്ള മൈക്രോ ന്യൂട്രിയൻസ് ആണ് തരുന്നത്, ഇലകളിൽ സ്പ്രേ ചെയ്യുന്ന രൂപത്തിലുള്ള കിട്ടാറില്ല. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്താൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്നുള്ളത്. അപ്പോൾ എല്ലാവരോടായിട്ട് എനിക്ക് പറയാനുള്ളത്, മൈക്രോ ന്യൂട്രിയൻസ് നമുക്ക് മണ്ണിൽ ഇട്ട് കൊടുക്കുന്ന രൂപത്തിലും കൊടുക്കുക, അതേപോലെ ഫോളിയർ ഫെർട്ടിലൈസർ ആയിട്ട് ഇലകളിൽ സ്പ്രേ ചെയ്യുന്ന രൂപത്തിലുള്ളതും നമുക്ക് കൊടുക്കാം. അപ്പോൾ വെള്ളത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന രൂപത്തിലുള്ള മൈക്രോ ന്യൂട്രിയൻസ് പല കമ്പനിയിലും വളക്കടകളിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് അതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് കൊടുത്തു വെച്ച് യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ല. പക്ഷെ ഞാൻ ആ രൂപത്തിൽ കൊടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ, നമ്മൾ എന്ത് വളങ്ങളാണെന്നുണ്ടെങ്കിലും ഇലകൾ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ചെടികൾക്ക് അത് പെട്ടെന്ന് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതേ സ്ഥാനത്ത് നമ്മൾ മണ്ണിലിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെടികൾക്ക് അത് വലിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് താമസം വരും. അപ്പോൾ ഞാൻ ഇലകളിൽ സ്പ്രേ ചെയ്യുന്ന രൂപത്തിലുള്ള മൈക്രോ ന്യൂട്രിയൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ NPK 19 ആയിക്കോട്ടെ, ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന ഇതുകൊണ്ടാണ്, ചെടികൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഈ രണ്ട് രൂപത്തിൽ നമുക്ക് മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കാം. അതിലുള്ള വ്യത്യാസങ്ങൾ ഇതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ. കാരണം പെട്ടെന്ന് നമ്മൾ ചെടികൾക്ക് വലിച്ചെടുക്കാൻ എന്നുണ്ടെങ്കിൽ നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. ചുവട്ടിലിട്ട് കൊടുത്തിച്ച് കുഴപ്പമില്ല, വലിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് താമസം എടുക്കും എന്ന് മാത്രമേ ഉള്ളൂ. കൂടുതലായിട്ടൊന്നും വരില്ല, ഒരു ആഴ്ചൻ്റെ അടുത്ത് സമയം എടുക്കും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ കൂടുതലായിട്ട് കൊടുക്കുന്നത് ഇലകളിൽ സ്പ്രേ ചെയ്തിട്ടാണ് മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഫോളിയാർ ഫെർട്ടിലൈസർ ആയിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ വളക്കടയിൽ നിന്ന് കിട്ടുന്നതാണ്. പല കാര്യം ടാറ്റൻ്റെ ഒക്കെ കിട്ടാനുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ വളക്കടലിലും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അത് പറഞ്ഞാൽ മതി, ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന രൂപത്തിലുള്ളതെന്ന് വെച്ചാൽ വെള്ളത്തിൽ ലയിപ്പിക്കുന്ന രൂപത്തിലുള്ള മൈക്രോ ന്യൂട്രിയൻസാണ് വേണ്ടതെന്നുള്ള വളക്കടലിൽ ചോദിച്ചാൽ മതി. അപ്പോൾ രണ്ട് രീതിയിൽ കൊടുത്ത്, ഞാൻ വീണ്ടും പറയുന്നുണ്ട് കേട്ടോ, രണ്ട് രീതിയിൽ കൊടുത്തേച്ച് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക.